ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തന്നെ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഇത് കഴിഞ്ഞ വർഷം പുണ്യമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഹിന്ദുവായ ഞാൻ പോലും നോമ്പെടുക്കുന്ന ഒരു സമയം, അതുപോലെ എന്താണ് ഒരു ഇസ്ലാം മത വിശ്വാസികളുടെ ചിട്ടവട്ടങ്ങൾ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതും. അതുപോലെ തന്നെ നോമ്പിന് നിയ്യത്ത് വെച്ചിട്ട് ആ ഒരു റമദാൻ മാസത്തിൽ നമ്മൾ നോമ്പെടുക്കുന്നു കേട്ടോ. പക്ഷെ ആ ഒരു മാസത്തിൽ തന്നെ ഈ ഒരു ഇവിടെ ഫോട്ടോയിൽ കാണുന്ന കിരൺ, ദിയ, ഫാത്തിമ എന്ന് പറയുന്ന ഇവർ രണ്ടുപേര് ഒളിച്ചോടുകയാണ്. ഒളിച്ചോടി വിവാഹം ചെയ്തു എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. സ്വന്തം ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും നെഞ്ചത്ത് ചവിട്ടി അരച്ചുകൊണ്ട് ഇവള് പോയി ഈ കിരണിൻ്റെ കൂടെ. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഏറി വന്നാൽ അധികമൊന്നും ഉണ്ടാവില്ല, കുറച്ച് മാസങ്ങളെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴേക്കും കിരൺ എന്ന് പറയുന്ന ആളെ എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് തോന്നുന്നു എനിക്കൊരു മെസ്സഞ്ചറിൽ ഒരു എന്താ പറയുക ഒരു മെസ്സേജ് ഇട്ടു, ചേച്ചി ഒന്ന് വിളിക്കാൻ പറ്റുമോ, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷെ പിന്നീട് ഞാൻ നോക്കുമ്പോൾ ആ ഒരു മെസ്സേജ് ഡിലീറ്റ് ചെയ്തു. പിന്നെ ഒരു അക്കൗണ്ടൊന്നും എനിക്ക് കാണാൻ കഴിയുന്നില്ല കേട്ടോ. അപ്പോൾ എന്താ കാര്യം എന്നൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ ഇന്നലെയാണ് ഞാൻ ഹസൻ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന ആ യൂട്യൂബർ പിന്നെ ഇതിൻ്റെ യാഥാർത്ഥ്യം, കാരണം ഒരുപാട് ആളുകൾ ഇതിപ്പം ഭൂമി ഉരുണ്ടിട്ടാണെന്നും നീണ്ടിട്ടാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ. അപ്പോൾ എവിടെ എന്ത് കാര്യം നടന്നാലും എല്ലാവരും എല്ലാം അറിയും. അപ്പോൾ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങളെ അന്തസ്സായിട്ടാണ് ജീവിക്കണത്, ഞങ്ങൾ അടിപൊളിയായിട്ട് പോകുന്നത്, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് നമ്മളെയൊക്കെ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടെ ചിന്തിക്കുന്നില്ല വിധി എന്താ വരുന്നതെന്ന്, വിധി എന്താ എങ്ങനെയാണ് വരുന്നതെന്നൊന്നും അറിയില്ല. ഓരോ പെണ്ണുങ്ങളും ഓരോ ആണുങ്ങളും ചിന്തിക്കേണ്ടത് ഒരിക്കലും ഒരാളും കാരണം മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കുകയും ആ കുടുംബം ഇല്ലാതാക്കുകയും ചെയ്യരുതെന്ന് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒളിച്ചോട്ടത്തിനൊക്കെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് എല്ലാവരും കുടുംബക്കാരെ പറയും. പക്ഷെ കുടുംബത്തിലുള്ളവരെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ നമ്മുടെ മക്കൾ പഠിക്കാൻ പോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ പഠിക്കാൻ വിടുമ്പോൾ അവർക്ക് പഠിപ്പല്ല പ്രധാനം, അവർക്ക് വേറെ വല്ലതൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കൂ, ഈ കിരൺ ദിയയുടെ പ്രശ്നം പിന്നെ എന്തായി എന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ ചോദിക്കുന്നു. പിന്നെ ചില ആളുകൾ എന്നോട് പറഞ്ഞിരിക്കുന്നു അവർ വേർപിരിഞ്ഞു എന്നാണല്ലോ അറിയാൻ സാധിച്ചത്, ധന്യ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ പിന്നെ എനിക്കിപ്പോൾ വിളിക്കാനും കോണ്ടാക്ട് ചെയ്യാനും വേറെ വഴിയൊന്നുമില്ല. അങ്ങനെയാണ് ഞാൻ ഹസൻ കരുനാഗപ്പള്ളിയുടെ വീഡിയോ ഞാൻ കാണാനിടയായത്. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഒരു റീച്ചിന് വേണ്ടിയിട്ട് ആളൊരു തമ്പനയിലിട്ട് വീഡിയോ ചെയ്യുകയായിരിക്കാം എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. എന്നിട്ട് ഞാനത് പിന്നെ നോക്കാതെ തന്നെ തട്ടിമാറ്റിപ്പോയി. പിന്നെയും ഒരു സംശയം, എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ഹസൻ കരുനാഗപ്പള്ളി അങ്ങനെ വീഡിയോ ചെയ്യില്ലല്ലോ, എന്നാൽ പിന്നെ അതൊന്ന് കണ്ടു നോക്കാമെന്ന് വിചാരിച്ച് കണ്ടപ്പോഴാണ് കാര്യം എനിക്ക് മനസ്സിലായത്. പിന്നെ ഹസൻ അവരോട്, അതായത് ഈ ദിയയുടെയും കിരണിൻ്റെയൊക്കെ കാര്യം വ്യക്തമായി അറിയുന്ന ഒരാളുമായിട്ട് പിന്നെ സംസാരിക്കുന്ന ഒരു ഫോൺ സംഭാഷണമുണ്ട്. അത് ഞാൻ കുറച്ചൊരു പോർഷൻ ഞാനിവിടെ വെക്കാം. അപ്പോൾ മുസ്ലിം ഹിന്ദുവിനെ വിവാഹം ചെയ്താലും അവിടെ ഉണ്ടാവുന്ന പിന്നെ മതവെറിയോ അല്ലെങ്കിൽ മതപ്രയാസങ്ങളോ മതത്തോടു കൂടി ചേർന്ന പ്രശ്നങ്ങളൊക്കെ കുറച്ചുണ്ടാവും. പക്ഷേ ഒന്നിച്ച് ജീവിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രയാസങ്ങൾ അത് ആദ്യം മനസ്സിലാക്കണം. സ്വന്തം അച്ഛനെയും അമ്മനെയും സ്വന്തം മാതാപിതാക്കളെയൊക്കെ എന്താ പറയുക ചവിട്ടി അരച്ചുകൊണ്ട് പോകുമ്പോൾ ദൈവം നാളെ നിനക്കും അതിൻ്റേതായ ശിക്ഷ തരും. ഇപ്പോൾ ദിയ ഇവിടെ ഇല്ല, ദുബായിലേക്ക് പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ കിരൺ ഒരുപാട് മദ്യപിക്കുകയും ഈ മദ്യപാനത്തെ പിന്നെ നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാന്നുള്ള ലെവലിൽ വരെ അവളെ പ്രസ് ചെയ്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് ആവശ്യമില്ലാത്ത വൃത്തിയായിട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പിന്നെ ശ്രമിച്ചു അല്ലെങ്കിൽ നിർബന്ധിച്ചു. അപ്പോൾ അതൊന്നും ഉൾക്കൊള്ളാൻ ആ ദിയയ്ക്ക് പറ്റിയില്ല. അതുകൊണ്ട് ദിയ വീട്ടിലേക്ക് വിളിക്കുകയും എന്തായാലും ദിയയുടെ ഉമ്മ പറയുമല്ലോ, പെറ്റ ഉമ്മയല്ലേ, തൻ്റെ മകളല്ലേ, അങ്ങനെ നശിച്ചു പോകാൻ അവർക്ക് എന്തായാലും നശിച്ചു പോട്ടെ എന്ന് വിചാരിക്കാൻ അവർക്ക് കഴിയില്ല. തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചു വരുന്ന മകളെ ഇതിൽ ഈ ഉമ്മ സ്വീകരിച്ചു. ചില ആളുകളുണ്ടല്ലോ സ്വീകരിക്കില്ല. അന്ന് ഞാൻ ഇതുപോലെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരുത്തി ഇങ്ങനെ പോയിട്ട് അവളുടെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഓർമ്മകളൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് കത്തിച്ച വീട്ടുകാരുണ്ടായിട്ടുണ്ട്. അത്രത്തോളം നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് പോകുമ്പോൾ എന്ത് തന്നെയായാലും നല്ലതായാലും പിന്നെ കെട്ടതായാലും അവർ തന്നെ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അവർ ഇനി മേലാൽ ഞങ്ങളുമായിട്ടൊരു ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നത്. പക്ഷെ എത്ര തന്നെ ആയാലും ഉണ്ടല്ലോ, പൊറുക്കാനും പിന്നെ മാപ്പാക്കിയിട്ട് കൂടെ നിർത്താനും സ്വന്തം മാതാപിതാക്കൾക്കേ കഴിയുള്ളൂ. നിങ്ങളിങ്ങനെ ഓരോ തെണ്ടിത്തരങ്ങൾ ചെയ്തിട്ട് വരും, പക്ഷെ അനുഭവിക്കുന്നതൊക്കെ വീട്ടുകാരാണ്. അവസാനം ദിയ ഇപ്പോൾ ഇവിടെ ഇല്ല.
ഗൾഫിൽ പോയി എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. ഇനിയെങ്കിലും ഇങ്ങനെയൊരു വിഷയത്തിൽ ചെന്ന് ചാടാതിരിക്കുക. അച്ഛനും അമ്മയും ഉണ്ടല്ലോ, അവർ നോക്കി കല്യാണം കഴിക്കുന്ന നല്ല ബന്ധങ്ങളിൽ നിങ്ങൾ പോവുക. അല്ലാതെ സ്നേഹബന്ധം അല്ലെങ്കിൽ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നത് അവിടത്തോടെ അമരം കഴിഞ്ഞു എന്ന് പറയും. നമ്മളുടെ നല്ല വശങ്ങൾ മാത്രമേ ഈ ഫോണിലൂടെയും താൽക്കാലികമായിട്ടൊക്കെ നമുക്ക് കിട്ടുള്ളൂ. ഒരുമിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ശരിയും തെറ്റും നെഗറ്റീവും ഒക്കെ അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അതിനെയൊക്കെ ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ മനപ്പൊരുത്തത്തോടു കൂടി നമ്മളൊരു വിവാഹം ചെയ്യണം. നമ്മുടെ വീട്ടുകാർ പറഞ്ഞ് എത്രയോ ആൾക്കാർ പിന്നെ ലവ് മാരേജ് ചെയ്ത് സക്സസ് ആയി പോയ ആൾക്കാരും ഉണ്ട്. പക്ഷേ 100-ൽ കയ്യിൽ എണ്ണാവുന്ന ആൾക്കാരെ ഉണ്ടാവുള്ളൂ. 100-ൽ ഒരു 5% ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ നല്ല രീതിയിൽ സ്നേഹിച്ച് ജീവിച്ച് പോകുന്നവർ. ബാക്കിയൊക്കെ ഭയങ്കര പ്രശ്നമായിട്ട് പോകുന്നത് തന്നെയാണ്. പിന്നെ നല്ല രീതിയിൽ കല്യാണം കഴിച്ചു കൊടുത്തിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരും പ്രശ്നം ഉണ്ടാവുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷേ അവരുടെ കൂടെ ആരുണ്ട്? അവരുടെ കുടുംബമുണ്ട്. എന്തായാലും കുടുംബത്തെ മറന്നുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങനെ തലതെറിച്ചതുപോലെ നടക്കാതെ അവനവൻ്റെ കുടുംബത്തിൽ ഒതുങ്ങിയതുപോലെ അവനവൻ്റെ കുടുംബത്തിലെ അച്ഛൻ്റെ വിയർപ്പും അമ്മയുടെ പിന്നെ സ്നേഹവും എന്നും കിട്ടണമെങ്കിൽ അവരുമായി സ്വന്തം മാതാപിതാക്കളെ മറന്നുകൊണ്ടൊന്നും ചെയ്യരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.